ആളുകളുണ്ട്. ഞങ്ങൾ ചോദിച്ച്, അല്ല നാട്ടിൽ നിന്ന് വന്നിട്ട് എത്രയായി? 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ട് മക്കളൊക്കെ ഉള്ള ഒരു കുട്ടിയുണ്ട്. വരുമ്പോ ഭാര്യയ്ക്ക് ഗർഭമായിരുന്നു. മകനെ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എന്റെ ചെറുപ്പക്കാരെ ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചിറങ്ങാം. ഞങ്ങളെ റൂമിൽ കൊണ്ടുപോയി ഒരു കേസ്, നാട്ടിൽ നിന്ന് വന്നൊരു കേസറ്റ് കേൾപ്പിച്ചു. അതെന്താ ഉപ്പാ, ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു ഉപ്പാ, ഒരു ബാഗ് കൊണ്ടുവരണം എനിക്ക്. അല്ലോ, ഒരു കുട്ടിയുടെ ആദ്യമായ കുട്ടി ഇങ്ങനെ സംശയിക്കും ഉപ്പാന്ന് വിളിച്ചിട്ട്. എന്റെ കൂട്ടുകാരെ, കൽബ് പൊട്ടില്ലേ? ജീവിതത്തിൽ കാണാത്ത മകൻ ഉപ്പാ എനിക്ക് വരുമ്പോ ഒരു ബാഗ് കൊണ്ടുവരണം. ഞാൻ 1ാം ക്ലാസ്സിൽ നിന്ന് 2ലേക്ക് ജയിച്ചു ഉപ്പാ. എന്താണ് ആ പദങ്ങളൊക്കെ? പിന്നെ ഉമ്മയുടെയും ബാപ്പയുടെ ഒക്കെ സംസാരങ്ങൾ കുറേയുണ്ട്. അത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരന് ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. 2ാം ക്ലാസ്സിലേക്ക് ജയിച്ച മകനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിനെ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ല. അപ്പൊ ഞങ്ങളെ കൂടെ കുറെ വലിയ വലിയ ഉസ്താവന്മാരുണ്ട്. അവരൊക്കെ റൂമുള്ള ആളുകളോട് പറയുമ്പോൾ 50 റിയാൽ വീതം കൊടുക്കണം. ഈ കുട്ടിക്ക് 50 റിയാൽ വീതം. എന്നിട്ട് എന്ത് ചെയ്യുക? വല്ലപ്പോഴും ഈ മകന് വല്ലപ്പോഴും പോയി വന്ന് ജോലി ചെയ്ത് കാശുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. സമ്മതിച്ചു. ഒരു ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കൊടുത്ത് ഈ കുട്ടി നാട്ടിലേക്ക് വരിക. എന്തൊരു സന്തോഷ! വരുമ്പോ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ചോദിക്കുക, ആരൊക്കെ കാണാൻ വരിക? നിങ്ങളെ കൊണ്ടുപോകാൻ ഇപ്പൊ ആരൊക്കെ വരും? ഈ ചെറുപ്പക്കാരൻ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, പിന്നെ എന്റെ 2 പെങ്ങന്മാരുണ്ടാവും, പിന്നെ എന്റെ മുസ്തഫ ഉണ്ടാവും. മുസ്തഫാറിന്റെ റസൂലുള്ളാഹിന്റെ ഹദ്റത്ത് പോയി പേരിട്ടാണ്. ഭാര്യ പ്രസവിച്ചു കേട്ടപ്പോഴേക്കും മദീനത്ത് പോയി പേരിട്ടാളാ. എന്റെ കുട്ടി ഉണ്ടാവും. ഓടിച്ചാടി അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. എന്നങ്ങ് കണ്ട ഉപ്പാന്ന് വിളിച്ചിട്ട് ബാഗ് കൊണ്ടുവന്നോ ചോദിക്കും. എന്റെ കൈ പിടിക്കും. എന്തൊരാവേശാണ്! പിന്നെ എന്റെ ഭാര്യ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എന്റെ നാട്ടുകാരെ, ഈ ചെറുപ്പക്കാരന് നാട്ടിലെത്തി നോക്കുമ്പോ, കരിപ്പൂരെത്തി നോക്കുമ്പോ ലഗേജ് എടുക്കേണ്ടതല്ല. എന്റെ കുട്ടി പുറത്ത് ഓടുണ്ടോ അങ്ങോട്ട് കൊണ്ട ഒരു പ്രത്യേക താല്പര്യമല്ലേ? പൊന്നു പിതാക്കളെ, ഉള്ള ലഗേജും വലിച്ച് പുറത്തേക്ക് വരുമ്പോ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പെങ്ങന്മാരുണ്ട്. ഈ പ്രിയപ്പെട്ട കരളായ മുസ്തഫയില്ല, ഭാര്യയെ കാണാനില്ല. ഈ ചെറുപ്പക്കാരന്റെ കൽബ് വെട്ടിപ്പോയി. എന്തിനാണ് പടച്ചവരെ നാട്ടിലേക്ക് വന്നത്? നേരെ വാഹനത്തിന്റെ ജീപ്പിന്റെ അടുത്തെത്തുമ്പോ ഉമ്മ പറയാ, മോനെ അവിടൊക്കെ പറഞ്ഞുകൂട്ടിയത് കേൾക്കണോ? ഈ ചെറുപ്പക്കാരൻ, ഉമ്മ വീട്ടിലെത്തിയിട്ട് പറഞ്ഞാ പോരെ, എന്റെ കുട്ടിനെ കണ്ടില്ലല്ലോ ഉമ്മ. ഉപ്പാന്ന് വിളിച്ചെന്റെ കൈപ്പിടിക്കും വിചാരിച്ചെന്റെ മകൻ കണ്ടില്ലല്ലോ. ആ കുട്ടിയൊക്കെ ബോധം കെട്ട് വീടുക. അമ്മായി പോരാ കാണിക്കുന്നത്. നാട്ടുകാരെ, ഈ പെണ്ണിനെയും കുട്ടിയെയും കൊണ്ടുവന്നിട്ടില്ല, അമ്മായി പോരുകൊണ്ട്. അത് കാണുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ഉമ്മ വേണ്ട, വാപ്പയും വേണ്ട എന്ന് തോന്നിപ്പോകും. മോനെ അരുത്. എന്നാലും ഇസ്ബിറു വസ്വാബിറു, ക്ഷമിക്കുക. നമ്മളെ ഉമ്മല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പാവം ഉമ്മയല്ലേ. ആ ഉമ്മ അവിടെ മനസ്സ് വളരെ റൈഫാണ്. നമ്മൾ അഫ്വ് ചെയ്യാം. ചിലപ്പോ വെറുപ്പൊന്ന് വരും. എന്റെ മോനെ, ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, ആ ഘട്ടത്തിലും ഉമ്മയെ കൈയൊഴിക്കല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. ആ പാവപ്പെട്ട നമ്മുടെ അടിസ്ഥാനം, അതേ നമ്മുടെ മാതാപിതാക്കൾ, അവരാണ് നമ്മുടെ എല്ലാ വിജയത്തിന്റെ കവാടവും. അവരെ കൈയൊഴിക്കരുതേ, ആ പാവങ്ങളെ മറക്കരുതേ. ഞാൻ എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട്, കുട്ടികളെ നിങ്ങളോട് പറയട്ടെ, എന്റെ അനുജന്മാരെന്ന നിലക്ക് നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളായി ഞങ്ങളെയും കാണുക. നിങ്ങളെ ഞങ്ങൾ സഹോദരങ്ങളായി കാണുന്നു, ഞങ്ങളെ നിങ്ങളും സഹോദരങ്ങളായി കാണുക. ആ നിലക്ക് കുട്ടിമാരുള്ള ജ്യേഷ്ഠാനുജന്മാരെ പറയട്ടെ, ഒരു നിർണായക ഘട്ടത്തിലാണ് ഉമ്മയുടെയും വാപ്പയുടെയും അവസ്ഥ അറിയാം. മോനെ, നീ 10 കൊല്ലം ഉമ്മയോട് മിണ്ടാറില്ല, 10 കൊല്ലം ഈ ഇരിക്കുന്ന വാപ്പയോട് മിണ്ടാറില്ല. ആ സമയത്താണ് നിന്നെ പോലീസ് പിടിച്ചു എന്ന് കേൾക്കുമ്പോ മാതാവിന്റെ മനസ്സ് പൊട്ടില്ലടോ. ആ ഉമ്മ ഓടിപ്പോകും ഉസ്താദുമാരുടെ അരികിലേക്ക്.
പള്ളിയിലെ ഉസ്താദുമാരുടെ അരികിൽ വന്നു, ഉസ്താദേ, എന്റെ കുട്ടിയെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. 10 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത മകനെ പിടിച്ചാലും ഉമ്മാന്റെ മനസ്സലിയില്ലേ? മക്കളെ, ഇതാണ് നമ്മുടെ ഉമ്മ. ആ പാവങ്ങളെ കൈയൊടിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുതേ. കണ്ടോ, അങ്ങ് അകലെയായി ഒരു ചെറുപ്പക്കാരൻ, ഏകയുള്ള മകനാണ്. ആ മകൻ ഉമ്മയോട് പിടങ്ങി, വാപ്പയോട് പിടങ്ങിയിട്ട്, മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്തുള്ള കഥയാണ് പറയുന്നത്. മാതാപിതാക്കളോട് പിടങ്ങിയിട്ട് ആ ചെറുപ്പക്കാരനങ്ങ് ഗൾഫിലേക്ക് പോകുക. അവിടുന്ന് ഭാര്യ വീട്ടിൽ പോയി താമസിച്ച് അവിടെ നിന്നതാ വിസ കൊണ്ടുവന്ന് അളിയന്മാര് വിസ അയച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകുന്നു. അയൽവാസികൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ മകൻ ഗൾഫിലെത്തിയല്ലോ. പെറ്റ ഉമ്മയോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല, പ്രായം ചെന്ന ഉപ്പയോട് മിണ്ടിയിട്ടില്ല. മോനെ, ഉമ്മ പറഞ്ഞതെന്താണെന്നറിയോ? എന്റെ കുട്ടിയോ, എന്റെ മകൻ ഗൾഫിൽ പോയോ? ആ ഉമ്മയതാ വുദുവെടുത്ത് ആ ഉമ്മ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്. പഠിച്ചവരെ, എന്റെ കുട്ടി കണ്ണെത്താത്ത ദൂരത്ത് പോയിരിക്കുന്നു. എന്റെ മകനതാ ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മയെ കൈയൊടിക്കുന്ന മോനെ, നിന്നെക്കാളും നന്ദി കെട്ടവൻ ആരാ? എന്റെ അനുജാ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. തിരിഞ്ഞു നോക്കാത്ത മകൾ ഗൾഫിലേക്ക് പോയ വിവരം പറയുമ്പോ, എന്റെ മകന് നല്ല ജോലി കൊടുക്ക റബ്ബേ. എന്റെ കുട്ടിയൊരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. എന്റെ കുട്ടി നന്നായി തിരിച്ചു വന്ന് എന്നെ കാണാനും എനിക്ക് എന്റെ മകനെ കാണാനും തൗഫീക്ക് കൊണ്ട് അല്ലാ. ഈ മാതാപിതാക്കളെ കൈയൊടിക്കാൻ പറ്റുമോ? എന്റെ കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവനതാ ഗൾഫിൽ പോകുന്നു. നന്ദി കെട്ടവൻ തന്നെയാണ്. അവൻ ഗൾഫിലേക്ക് പോകുന്നു. 2 കൊല്ലമായി ഉമ്മാക്കൊരു ഫോൺ ചെയ്തിട്ടില്ല, വാപ്പയെ വിളിച്ചിട്ടില്ല. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. 6 മാസത്തോളം ഈ ഗൾഫുകാരനായ മകൻ താമസിച്ചു ഭാര്യ വീട്ടിൽ. നാട്ടുകാരൊക്കെ പറഞ്ഞു, ഉമ്മയോട് മകൻ വന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ, ഉമ്മ ചെയ്യുന്ന രംഗമെന്താണ്? രാത്രി ഉറക്കമൊഴിച്ചിട്ട് വാതിലിന്റെ അരികിൽ പറകയിട്ടിരിക്കുകയാണ്. എന്റെ കുട്ടി വാപ്പ ഉറങ്ങിയിട്ട് എന്നെ കാണാൻ വരും, വാപ്പ ഉറങ്ങിയിട്ട് ഉമ്മാനെ കാണാൻ വരും. ഈ ഉമ്മാക്ക് ഉറക്കമുണ്ടോ? ഈമാനുള്ള മുസ്ലിമേ, നമ്മുടെ ഉമ്മ ഉറങ്ങുമോ നമ്മെ കാണാതെ? അങ്ങനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. അപ്പോഴാണ് അതേ ഉച്ച സമയത്ത് പിറ്റത്തെ ദിവസം ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ വന്ന് വല്ലാത്ത കരച്ചിൽ, കഞ്ഞു കുടിക്കാനിരിക്കുമ്പോ ഉപ്പ കരയുന്നു. എന്തിനാ ഉപ്പ കരയുന്നത്? പള്ളിയിൽ വെച്ച് മകന്റെ അമ്മോശൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കള്ളിത്തുണിയും ഗൾഫിന്റെ കള്ളിത്തുണിയും നല്ല തൊപ്പിയൊക്കെ ധരിച്ച് അമ്മോശം വന്നിരിക്കുക. അപ്പൊ വാപ്പ കേൾക്കാൻ വേണ്ടി അമ്മോശം പറയുന്നത് എന്റെ മരുമകൻ കൊണ്ടുവന്ന തുണിയാ, ഇതെന്റെ മരുവൻ കൊണ്ടുവന്ന തുണിയാ. ഈ തൊപ്പി, കുപ്പായ ഫീസൊക്കെ മരുവൻ കൊണ്ടുവന്നതാണ്. സ്വന്തം വാപ്പ ഇതാ തൊട്ടരികിൽ ഇരിക്കുന്നു. കൽബ് പൊട്ടില്ലേ? തുന്നിപ്പിടിച്ച തുണി ധരിച്ച് നിസ്കരിക്കാൻ തുണിയില്ലാതെ വിഷമിക്കുന്ന ഉപ്പ. എടോ മോനെ, അമ്മോഷന് കൊടുത്തോ? എന്തേ വാപ്പാക്കൊരു തുണി കൊടുത്തുകൂടെ? നിന്റെ ഉപ്പയല്ലേ, ആ ഉപ്പാക്കൊരു തുണി കൊടുത്തുകൂടെ? കൊടുക്കുന്നില്ല. ഈ വാപ്പ വന്ന് ഉമ്മയോട് പറഞ്ഞ് കരയാ, നിന്റെ കുട്ടി വന്നിട്ടേ അമ്മോശന് തുണി കുപ്പായൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ആരെങ്കിലൊക്കെ ഒരു കുപ്പായ ഫീസ് തരും എന്ന് പറഞ്ഞ് വാപ്പ കരയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി വീണ്ടും അതാ ഗൾഫിൽ പോകുന്ന വിവരം അറിയുന്നത്. ഞാനത് നീട്ടുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മോശന്റെ കയ്യിൽ സ്ഥലമെടുക്കാനുള്ള കാശ് കൊടുത്ത് സ്ഥലമെടുത്ത് വീടിന്റെ പടിയൊക്കെ തുടങ്ങി. 5 കൊല്ലം കൊണ്ട് നല്ലൊരു ഭംഗിയുള്ള വീടെടുത്തു. മുസ്ലിമേ, ആ വീടെടുക്കുന്ന സമയത്ത്, ഉദ്ഘാടന സമയത്ത് മുഴുവൻ നാട്ടുകാരും വിളിച്ചു വരുത്തി. ഉമ്മയെ വിളിച്ചിട്ടില്ല, വാപ്പയെ വിളിച്ചിട്ടില്ല. മനുഷ്യ, മനസ്സുവിട്ടില്ലേ? മാതാപിതാക്കളോട് മിണ്ടാതെ തങ്ങന്മാരെ വിളിച്ചു, ആലിമീങ്ങളെ വിളിച്ചു. പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട്
ആ വീട്ടിലങ്ങ് കയറിക്കൊണ്ട് തീ പിടിപ്പിക്കുന്ന ബറക്കത്ത് ഇനി ആര് വന്നിട്ട് കിട്ടാറുണ്ടോ? എന്റെ ചെറുപ്പക്കാരെ, സാദാത്തുക്കൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനന്തരാവകാശികളാണ്. അവരുടെ മേഖല വേറെ ഒന്നാണ്. പെറ്റ ഉമ്മയെ മാറ്റിവെച്ചിട്ട് ഉമ്മയെ വിളിക്കാതെ മറ്റാര് കൊണ്ടുവന്നാലും ആ വീട്ടിൽ ബറക്കത്തുണ്ടോ? ഉമ്മയും വാപ്പയും ഇവിടെ ബിരിയാണി വെച്ച് വിളമ്പുമ്പോ ഇപ്പുറത്ത് കഞ്ഞി കുടിക്കുകയാണ് മാതാപിതാക്കൾ, സാധുക്കള്. ഞാൻ പറഞ്ഞു വരുന്നത്, വീടിരിക്കലും കുടിയിരിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് വലിയൊരു അപകടം. നിങ്ങളൊക്കെ കേട്ടുകാണും, മലപ്പുറം ജില്ലയിൽ പൂക്കിപ്പറമ്പി എന്ന തരത്തിൽ ബസ് അപകടമുണ്ടായത്. നമ്മുടെ ഉസ്താദിന്റെ നാടിന്റെ തൊട്ടടുത്താണ് ബസ് അപകടമുണ്ടായ. അന്ന് ഞാൻ ആ ഭാഗത്ത് ജോലി ചെയ്യുന്നു. പൂക്കിപ്പറമ്പ് വെന്നിയൊരു പൂക്കിപ്പറമ്പി എന്ന സ്ഥലത്ത് വലിയൊരു ബസ് അപകടമുണ്ടായി. അവിടെ നിന്ന് കരിയുന്നൊരവസ്ഥ. ധാരാളം ആളുകൾ മരണപ്പെട്ട സ്ഥലമാണ്, രംഗമാണ്. ആ കൂട്ടത്തിൽ ഈ 4-5 കൊല്ലമായി മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മകൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയതാ പിടയുമ്പോ അയൽവാസികൾ ഓടി വന്നിട്ട്, ഉമ്മാ നിങ്ങളുടെ കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട് മകന്. അവൻ വീടെടുത്തപ്പം മിണ്ടിയില്ലല്ലോ, അവന് കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നുമക്കളെ, എന്റെ ജേഷ്ഠാനുജന്മാരെ, ആ ഉമ്മ ചോദിക്ക, എന്തേ എന്റെ കുട്ടിക്ക് പറ്റിയത്? അതാ ഇന്ന സ്ഥലത്തൊരു അപകടത്തിൽപ്പെട്ട് നിങ്ങളുടെ മകനിങ്ങനെ റോട്ടിൽ കിടന്ന് പിടയുന്നുണ്ട്. ഈ ഉമ്മ എഴുന്നേറ്റിട്ട്, എന്റെ കുട്ടിയോ, എന്റെ മോനോ, ഓ എന്റെ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയെ കൈയടിക്കാൻ പറ്റുമോ? ഓടി വരുന്നു. പിടയുന്ന മകനെ കണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്ന് ആ മകന്റെ വായിലേക്ക് വെള്ളമങ്ങ് വെച്ചു കൊടുക്കുമ്പോ, ആ മകന്റെ വായിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോ കണ്ണങ്ങ് തുറക്കുന്നു. ഉമ്മാ, മോനെ ഉമ്മയാണോ? ഈ പ്രായം ചെന്ന ഉമ്മ കൽബ് പൊട്ടുന്ന മനസ്സോടെ, മോനെ ഉമ്മയാണടാ, ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഉമ്മ പൊരുത്തപ്പെട്ടു തരണം. എന്റെ അനുജന്മാരെ, ചെറിയ കുട്ടികളെ, ആ ഉമ്മ പറഞ്ഞ മറുപടി എന്തറിയോ? ആ കുട്ടിന്റെ തല ഇങ്ങനെ പൊക്കി ഉമ്മാന്റെ മടിയിൽ വെച്ച് ആ കുഞ്ഞിന്റെ മുഖത്ത് ചുംബനമർപ്പിച്ച്, മോനെ ഉമ്മ പൊരുത്തപ്പെട്ടു തന്നു, മോനെ ഉമ്മ പൊരുത്തപ്പെട്ടു തന്നു. ഇതാണ് നമ്മുടെ ഉമ്മ കേട്ടോ. ആ ഉമ്മയെ കൈയൊടിക്കുന്ന മോനെ, ആഖിബത്ത് കേടുവരില്ലേ? നമ്മുടെ ആഖിറം നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, മാതാപിതാക്കളോട് പടങ്ങുന്നൊരവസ്ഥ വേണ്ട. കണ്ണട യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, കണ്ണടച്ച് തുറക്കുന്ന സമയം അവരോട് പിടങ്ങിയാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു, ദുനിയാവും പോയി, ആഖിറും പോയി. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഞാൻ പറയുന്ന ജ്യേഷ്ഠാനുജന്മാരുണ്ടല്ലോ, സാധുക്കളാ, നമ്മുടെ രക്തല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ അവരോടും പടങ്ങരുത്. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്. കഴിഞ്ഞ സക്കാവിസ്ഥാൻ ഞങ്ങളൊക്കെ ഹജ്ജിന് അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ഇടക്കിടക്ക് പോകും. അതുപോലെ നമ്മുടെ ഉസ്താദൊക്കെ പോകാറുണ്ട്, ഞങ്ങളെല്ലാവരും പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദയിലേക്ക് ഒരു വിഷയത്തിന് പോകേണ്ടി വന്നു. അന്ന് ഇത് പറയുന്നത്, ഏതെങ്കിലും ഒരു അനുജന്റെ ഹൃദയത്തിൽ ജ്യേഷ്ഠനോട് ഒന്ന് കൈപ്പിടിക്കാൻ, മോനെ നാളെ സുബഹിക്ക് നീട്ടിവെക്കരുത്. വെറുതെ ബഅദ് പറഞ്ഞതുകൊണ്ട് കേട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി തങ്ങന്മാരെയും ഉസ്താദുമാരൊക്കെ വിളിച്ചൊരു റൂമിലേക്ക്. അപ്പോ നല്ല ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ്, ബാബു മക്കയിലും ബാബു ഷരീഫിലൊക്കെ നല്ല കച്ചവടം നടത്തുന്ന ആളാണ്. സ്വന്തം ജ്യേഷ്ഠനെ ഒരു ബൂഫിയയില് അവിടുന്ന് ചെറിയ കടയിൽ 16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. 650 റിയാല ശമ്പളമുള്ളത്. അങ്ങനെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്, ഈ ജ്യേഷ്ഠനോട് വേണ്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ വലിയ ഉസ്താദന്മാരൊക്കെ ചെല്ലുക, ഞങ്ങളുണ്ട്, വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ അവര് ഇവന്റെ ഈ റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ നേരെ ജ്യേഷ്ഠൻ അപ്പുറത്തെ ഹോട്ടലില് ചോറ് ഒഴിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ 3.5 റിയാല് കൊടുത്ത് ചോറ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ എന്താ, 5 റിയാല് കൊടുത്ത ഒരു മീനിന്റെ കഷ്ണം കിട്ടും. അപ്പൊ മീൻ വാങ്ങാത്ത എന്തറിയോ, 2 പെൺകുട്ടികളെ കെട്ടിക്കാൻ, 2 പെൺമക്കളെ കെട്ടിക്കാൻ 1.5 റിയാല് മാറ്റിവെക്കുക. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അനുജന്റെ വീട്ടിൽ നിന്ന് നല്ല സദ്യയല്ലേ? ഈ
മനുഷ്യന്റെ കണ്ണിലിങ്ങനെ വെള്ളം വിളിക്കിട്ട് പറഞ്ഞു, അവൻ വിളിച്ചിട്ടില്ല, അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ തൊഴിലാളിയാണ്, അവൻ മുതലാളിയാണ്. ആ വാക്ക് നോക്കി നിങ്ങൾ. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോ 3 കൊല്ലായിട്ട് അനുജൻ ജ്യേഷ്ഠനോട് മിണ്ടൂല.